എല്ലാവർക്കും നമസ്കാരം. 2024 മാർച്ച് മാസ രാശിഫലങ്ങളെയാണ് ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത്. ചന്ദ്രനെ കൂടാതെ ശുക്രൻ, ബുധൻ, സൂര്യൻ, ചൊവ്വ എന്നീ ഗ്രഹങ്ങളാണ് ഈ മാസം രാശി മാറുന്നത്. ഈ മാറ്റങ്ങളൊക്കെ മേടം മുതൽ മീനം വരെയുള്ള 12 കൂറുകളിൽ ജനിച്ച വ്യക്തികൾക്ക് നൽകാൻ പോകുന്ന അനുകൂലവും പ്രതികൂലവുമായ ഫലങ്ങളെക്കുറിച്ചാണ് ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത്. രാശിഫലങ്ങൾ പൊതുഫലങ്ങളാണ്. ഓരോ വ്യക്തിയുടെയും ജാതകരീതിയിൽ നടക്കുന്ന ദശാപഹാരങ്ങൾക്കനുസരിച്ച് ഇതിൽ മാറ്റങ്ങൾ ഉണ്ടാകും എന്നുള്ള കാര്യത്തെ ഒരിക്കൽ കൂടി ഓർമ്മിപ്പിച്ചുകൊള്ളുന്നു. ശരിയെന്നാൽ നമുക്കിനി മാർച്ച് മാസ രാശിഫലങ്ങളിലേക്ക് കടക്കാം. മീനക്കുറി ജനിച്ചവരുടെ മാർച്ച് മാസ രാശിഫലങ്ങളെ നോക്കാം. രാശിയധിപനായ വ്യാഴം 2ാം ഭാവമായ മേടത്തിൽ സഞ്ചരിക്കുന്നതും ശുക്രൻ 7ാം തീയതി വരെയും ചൊവ്വ 15ാം തീയതി വരെയും 11ാം ഭാവമായ മകരത്തിൽ സഞ്ചരിക്കുന്നതും സാമ്പത്തികപരമായ കാര്യങ്ങൾക്ക് അനുകൂല ഫലങ്ങളെ നൽകുന്നതാണ്. ജോലി, തൊഴിൽ എന്നിവ മൂലം സാമ്പത്തിക നേട്ടം അധികരിക്കും. സഹോദരങ്ങളുടെ സഹായ സഹകരണങ്ങൾ ഉണ്ടാകും. പക്ഷേ ശുക്രനും ചൊവ്വയും 12ാം ഭാവത്തിലേക്ക് മാറിയതിനു ശേഷം വീട് വാഹന രീതിയിൽ ചെലവുകളും അധികരിക്കുന്നതാണ്. പണം കൈകാര്യം ചെയ്യുമ്പോഴും സൂക്ഷിക്കേണ്ട സമയമാണിത്. 7ാം തീയതി മുതൽ ബുധൻ ജന്മരാശിയിൽ രാഹുവിന്റെ കൂടെ സഞ്ചരിക്കുന്നതിനാൽ വിദ്യാർത്ഥികൾക്ക് പഠനകാര്യങ്ങളിൽ നിന്ന് മറ്റുള്ള കാര്യങ്ങളിലേക്ക് ശ്രദ്ധ തിരിയാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് മാതാപിതാക്കൾ കുട്ടികളുടെ കാര്യത്തിൽ കൂടുതൽ ശ്രദ്ധ ചെലുത്തേണ്ട സമയമാണിത്. 14ാം തീയതി മുതൽ 6ാം ഭാവാധിപതി സൂര്യൻ ജന്മരാശിയിൽ രാഹുവിന്റെ കൂടെ സഞ്ചരിക്കുന്നതിനാൽ ആരോഗ്യപരമായ കാര്യങ്ങളിൽ കൂടുതൽ ശ്രദ്ധ ചെലുത്തേണ്ടതാണ്. മാർച്ച് 1, 27, 28, 29 ഈ ദിവസങ്ങളിൽ ചന്ദ്രൻ അഷ്ടമരാശിയിൽ സഞ്ചരിക്കുന്നതിനാൽ പുതിയ കാര്യങ്ങൾ ചെയ്യാതിരിക്കുന്നതും യാത്രകൾ ചെയ്യുമ്പോൾ ജാഗ്രത പാലിക്കുന്നതും നല്ലതാണ്. മൊത്തത്തിൽ നോക്കുമ്പോൾ ഗുണദോഷ സമ്മിശ്രമായ ഫലങ്ങളാണ് ഈ മാസം മീനക്കൂറുകാർക്ക് ലഭിക്കാൻ പോകുന്നത് എന്ന് പറഞ്ഞുകൊണ്ട് മീനക്കൂർ ജനിച്ചവർക്കായുള്ള മാർച്ച് മാസ രാശിഫലങ്ങളെ ഇവിടെ നിർത്തുന്നു. അടുത്ത വീഡിയോയിൽ കാണുന്നതുവരെ എല്ലാവർക്കും നന്ദി, നമസ്കാരം.